എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മദ്യപിച്ച് ബോധരഹിതനായി നമ്മുടെ ആനന്ദ് കിടക്കുകയാണ് കേട്ടോ. അത് കാണുന്ന ദേവിക്ക് ഒരുപാട് സങ്കടം തോന്നുക. ദേവി ആനന്ദിൻ്റെ നെഞ്ചോരം ചേർന്ന് ആനന്ദിനോട് സംസാരിക്കുകയാണ്. ഉള്ളു തുറന്ന് തന്നെ അവൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞും കരഞ്ഞും തീർക്കുകയാണ്. ആനന്ദേട്ട, എന്നോട് എന്തിനാ ആനന്ദേട്ട ഇങ്ങനെ അവഗണന കാണിക്കുന്നത്? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? കുഞ്ഞു പോകാനുള്ള യഥാർത്ഥ കാരണം എനിക്കിപ്പം ആനന്ദേട്ടനോട് പറയാൻ സാധിക്കത്തില്ല. ആനന്ദേട്ടൻ്റെ മനസ്സ് എന്ന് നേരെയായിന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞാൻ സത്യങ്ങളൊക്കെ ആനന്ദേട്ടനോട് പറയുള്ളൂ എന്നൊക്കെ ദേവി പറയണേ കേട്ടോ. ഇങ്ങനെ അവഗണിക്കല്ലേ ആനന്ദേട്ട. ആനന്ദേട്ടൻ കരുതുന്ന പോലെ ലോകത്തുള്ള ഒരമ്മയ്ക്കും സ്വന്തം കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കത്തില്ല. എനിക്ക് സാധിക്കില്ല ആനന്ദേട്ട. നമ്മുടെ കുഞ്ഞ് എത്രമാത്രം എനിക്ക് പ്രാധാന്യമുള്ളതായിരുന്നെന്ന് ആനന്ദേട്ടനും അറിയാവുന്നതല്ലേ. അവൻ്റെ വരവിനായി കാത്തിരുന്നതല്ലേ. ആനന്ദേട്ടനോടൊപ്പം ഞാനും എൻ്റെ വയറ്റിലായിരുന്നില്ലേ ആ കുഞ്ഞ് വളർന്നുകൊണ്ടിരുന്നത്. അവൻ്റെ നഷ്ടം എനിക്ക് അതൊരിക്കലും താങ്ങാനാവുന്ന ഒന്നല്ല ആനന്ദേട്ട. എന്നെ ഈ അവസ്ഥയിൽ നിന്ന് കരകയറ്റേണ്ടത് ആനന്ദേട്ടനല്ലേ. ഒരുപാടൊന്നും ആശ്വാസവാക്കുകൾ എന്നോട് പറഞ്ഞില്ലെങ്കിലും സാരമില്ല ദേവി, അല്ലെങ്കിൽ സ്നേഹത്തോടെ ദേവി എന്നൊരു വിളി, അതെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ എന്ത് തെറ്റാ ആനന്ദേട്ട ഉള്ളത്? ഇത്രമാത്രം അവഗണിക്കാനും വേദനിപ്പിക്കാനും ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നെയും കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആനന്ദേട്ട. ആനന്ദേട്ടൻ്റെ ദേഷ്യവും വേദനയും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ ആ കുഞ്ഞു നഷ്ടപ്പെട്ട് വേദനിച്ച് കിടന്നപ്പോൾ പോലും എൻ്റെ ആനന്ദേട്ടൻ ഒരിക്കലും വേദനിക്കരുത്. ആനന്ദേട്ടനെ ഓർത്ത് ഞാൻ സങ്കടപ്പെട്ടത് മുഴുവനും. പക്ഷേ അതുപോലൊരു കരുതൽ ആനന്ദേട്ടൻ എന്താ എന്നോട് കാണിക്കാത്തത് എന്നൊക്കെ ദേവി ആനന്ദിന് നെഞ്ചോരം കിടന്ന് കരഞ്ഞുകൊണ്ട് പറയാണ് കേട്ടോ. ഞാൻ എല്ലാ സത്യങ്ങളും ആനന്ദേട്ടനെ അറിയിക്കും. പക്ഷെ ഇപ്പം എനിക്കതൊന്നും പറയാൻ സാധിക്കില്ല. ആനന്ദേട്ടൻ്റെ മനസ്സ് കലങ്ങി മറിഞ്ഞു കിടക്കുക. ഈ സാഹചര്യത്തിൽ സത്യങ്ങൾ അറിഞ്ഞ ആനന്ദേട്ടൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്നും പറഞ്ഞ് ദേവി പൊട്ടിക്കരയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവി കരഞ്ഞും പറഞ്ഞും ആനന്ദിൻ്റെ നെഞ്ചിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോവുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അനുവാണെങ്കിൽ റൂമിൽ അച്ഛനും അമ്മയോടും ഒത്തുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ അച്ഛൻ എന്നും പുറത്തു പോയിട്ട് വരുമ്പം തനിക്കായിട്ട് പലഹാരത്തിൻ്റെ പൊതി കൊണ്ടുവരുന്നതും അച്ഛനോട് വഴക്കിടുന്നതും അമ്മ തന്നെ അടിക്കാൻ വരുന്നതും അച്ഛൻ അതിന് ഇടയ്ക്ക് കയറി അമ്മയെ വഴക്ക് പറയുന്നതും തുടങ്ങി എല്ലാ കാര്യങ്ങളും അനുവിൻ്റെ മനസ്സിലേക്ക് ഓടി വരിക. ആ സന്തോഷ നിമിഷങ്ങളിൽ തുടങ്ങി നമ്മുടെ അലോകുമായിട്ട് പ്രണയത്തിലാകുന്നതും അവനോട് ബന്ധം പിരിയുന്നതും അതിനുശേഷം അലോക് വീട്ടിൽ കയറി വരുന്നതും ദേവിയടുത്തിയുടെ വയറിൽ ചവിട്ടുന്നതും തുടങ്ങി എല്ലാ സംഭവങ്ങളും അനുവിൻ്റെ മനസ്സിലേക്ക് ഒരു സിനിമയിൽ എന്ന പോലെ കടന്നു വരികയാണ്. ഓരോന്ന് ഓർക്കുമ്പം അനു നെഞ്ചുരുകി പൊട്ടിക്കരയാണ്. ഇതേ നേരം നമ്മുടെ ബാലനാണെങ്കിൽ രാവിലെ ചായക്കടയിലൊക്കെ പോയി ഒരു ചെറിയ ചായ കുടിക്കുന്ന ശീലം ഉണ്ടല്ലോ, അതിനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാ. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പം ചായ കുടിച്ച് കഴിയുമ്പം ആ ചായക്കടക്കാരൻ ബാല ഇതാ പലഹാരപ്പൊതി എന്നും കൊണ്ടുപോകാറുള്ളതല്ലേ എന്നും ചോദിച്ച് ഒരു പൊതി എടുത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ശീലങ്ങളൊക്കെ ഞാൻ നിർത്തി എന്നും പറഞ്ഞ് ചായ കുടിച്ച കാശും കൊടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് പോരുവാണ് കേട്ടോ. അപ്പം അനുമോള് എന്നും താൻ കൊണ്ടുവരുന്ന പൊതിയും കാത്ത് നിൽക്കുന്നതൊക്കെ ബാലൻ്റെ മനസ്സിലേക്കും വരികയാണ്. താൻ എന്തുമാത്രം സ്നേഹിച്ച് വളർത്തിയതാണ് തൻ്റെ അനുമോളെ. എന്നിട്ട് അവൾക്ക് തന്നോട് ഇത്ര വലിയൊരു ചതി ചെയ്യാൻ എങ്ങനെ സാധിച്ചു? ഞാൻ കൊടുത്ത സ്നേഹത്തിൽ കളങ്കമുണ്ടായിരുന്നോ എന്നൊക്കെ ബാലൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേ സമയം രാവിലെ ആനന്ദ് ഉണരുക. ആനന്ദാണ് ദേവിയേക്കാൾ രാവിലെ ഉണരുന്നത്. അപ്പോൾ തൻ്റെ നെഞ്ചിൽ കിടക്കുന്ന ദേവിയെ കാണുന്ന ആനന്ദിന് നല്ല ദേഷ്യം വരിക. എന്നിട്ട് അവളെ തള്ളി താഴോട്ടിടുവാണ് കേട്ടോ. ആരാടി എൻ്റെ നെഞ്ചിൽ ചലചായ്ച്ച് കിടക്കാൻ നിന്നോട് പറഞ്ഞത്? എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എന്നെ വരുതിയിലാക്കാൻ നീ ശ്രമിക്കുകയാണല്ലേ. ഇനി നിന്റെ ഓരടവുകളും ഈ ആനന്ദിൻ്റെ അടുത്ത് ചെലവാകത്തില്ല. ആനന്ദേട്ടാ, എന്താ ഈ പറയുന്നത്? ആനന്ദേട്ടൻ്റെ ഇന്നലത്തെ അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ അവസ്ഥ മിണ്ടിപ്പോകരുത്. നീ എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആരാടി? നീ ഒറ്റ ഒരുത്തിയല്ലേ എന്ന് ആനന്ദ ദേവിയോട് ചോദിക്കുക. നിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് തന്നെയാടി എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടത്. നിനക്ക് എൻ്റെ കുഞ്ഞിനെ ആവശ്യമുണ്ടായിരുന്നില്ല. എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തകർത്തിട്ട് അവളെൻ്റെ നെഞ്ചത്ത് തലചായ്ച്ച് കിടക്കുന്നു. നാണം ഉണ്ടോടി നിനക്ക് എന്നൊക്കെ ദേവിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയാണ്. ഞാൻ ചിലപ്പോഴേ വെള്ളമടിച്ച് ബോധമില്ലാതെ എഴഞ്ഞു വരും, ചിലപ്പോൾ 4 കാലി വരും. ഞാൻ എങ്ങനെ വന്നാലുവേ അതൊന്നും നീ ശ്രദ്ധിക്കണ്ടേ. നീ എൻ്റെ ദേഹത്ത് തൊട്ടു പോവുകയും ചെയ്യരുത്. നീ എൻ്റെ ദേഹത്ത് തൊടുന്നത് എനിക്ക് അറപ്പാ എന്ന് ദേവിയോട് ആനന്ദ് പറയുക. നിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കലും ഒന്നും എനിക്ക് ആവശ്യമില്ല. നിന്റെ സ്വഭാവം എന്നെപ്പോലെ അറിയുന്ന ആരാ ഈ ലോകത്തുള്ളത്? നിന്റെ ഈ പൂങ്കണ്ണീര് കണ്ട് എൻ്റെ മനസ്സലിയുമെന്ന് നീ കരുതുകയേ വേണ്ട. നിന്റെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാലോ. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഒരിക്കൽ ഞാൻ അവസാനിപ്പിച്ചതാ.
ഇപ്പോഴും അതേ അവസ്ഥ തന്നെ എനിക്കുള്ളത്. എൻ്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചത്. പക്ഷേ അതൊരു തെറ്റായ തീരുമാനമായിരുന്നെന്ന് നീ തെളിയിച്ചു. എൻ്റെ ജീവിതത്തിലേക്കും വീട്ടിലേക്കും നീ തിരിച്ചു വരാൻ കാരണം ആ കുഞ്ഞാണെന്നുള്ള ബോധം നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ അതിനെ ശ്രദ്ധിച്ചേനെ. നീ ആ കുഞ്ഞിനെ ഒരിക്കലും നശിപ്പിക്കില്ലായിരുന്നല്ലോടി എന്ന് ദേവിയോട് ആനന്ദ് പറയണേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പം ഒരു മറുപടി പോലും ഇല്ലാതെ ദേവി നിന്ന് കരയാണ്. ആകെ തകർന്ന് ദേവി നിൽക്കുക. ആനന്ദേട്ടൻ തന്നെ ഇത്രയ്ക്കധികം വെറുത്തു പോയോ എന്നോർത്ത് ദേവി നെഞ്ചുരുകി പൊട്ടിക്കരയുക. കരഞ്ഞ് അവിടെ തളർന്ന് ആ ബെഡിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് കേട്ടോ ദേവി. ആനന്ദിൻ്റെ ഈ കുത്തുവാക്കുകളും അവഗണനയും ദേവിയെ കൊണ്ട് താങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഇതേ സമയം നമ്മുടെ ഗോമതി ബാലനെ ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ച് പുറത്തേക്ക് വരിക. ഈ ബാലേട്ടൻ എന്താ താമസിക്കുന്നത്? ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഈ സമയം വരേണ്ടതാണല്ലോ എന്നും പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് ബാലൻ അവിടെ വരാന്തയിൽ വിഷമിച്ചിരിക്കുന്ന കാണുന്നേ. ബാലേട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്താ പതിവില്ലാതെ ഇവിടെ ഒരു ഇരുത്തം എന്ന് ഗോമതി ചോദിക്കുകയാണ്. ബാലേട്ടൻ വന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നത് എന്ന് വീണ്ടും ചോദിക്കാം. ബാലൻ ഇതിനൊന്നും മറുപടി പറയുന്നില്ല കേട്ടോ. ഞാൻ ചോദിക്കുന്നതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇതെന്താ ഇന്ന് പതിവ് മുടങ്ങിയത്? സാധാരണ ബാലേട്ടൻ നടക്കാൻ പോയിട്ട് വരുമ്പം കയ്യിൽ പലഹാരപ്പൊതിയൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ, ഇന്ന് അതൊന്നും ഇല്ലേ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ബാലന് ദേഷ്യം വരിക. പതിവുകളൊക്കെ മുടങ്ങുമല്ലേടോ, ഇനി ആർക്കു വേണ്ടിയാ ഞാൻ അതൊക്കെ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കാം. പതിവ് മുടക്കാതെ കടക്കാരൻ പലഹാരങ്ങളൊക്കെ എടുത്ത് പൊതിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നതാ. ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. ആർക്കു വേണ്ടിയാ ഇനി ഇതൊക്കെ കൊണ്ടുവരുന്നേ എന്ന് ചോദിക്കാം. ബാലേട്ടൻ ഇങ്ങനെ വേദനിക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയും അത് തന്നെ ഓർത്തിരിക്കാതെ എന്ന് ഗോമതി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത്ര വേഗം മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണോടോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്? തനിക്ക് ഇത്ര പെട്ടെന്ന് ഇതൊക്കെ മറക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുക. അപ്പം ഗോമതിക്ക് അതിന് മറുപടി ഒന്നുമില്ല. എങ്കിലും തൻ്റെ ബാലേട്ടൻ്റെ ഈ തകർന്ന അവസ്ഥ ഗോമതിയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ബാലേട്ടൻ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ബാലേട്ടൻ കടയിലൊക്കെ പോയിക്കേ, എഴുന്നേറ്റ് എന്തെങ്കിലും കഴിച്ച് കടയിൽ പോകാൻ നോക്കിക്കേ. എത്ര ദിവസമായി കടയിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ട്. എഴുന്നേൽക്ക് ബാലേട്ട എന്നും പറഞ്ഞ് ബാലനെ ഗോമതി നിർബന്ധിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് മുറ്റത്തോടെ ഇങ്ങനെ നടക്കുക. അത് കാണുന്ന ഗോമതി എഴുന്നേറ്റ് ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. കുറച്ച് ദിവസത്തേക്ക് ഞാൻ കടയിലേക്ക് പോകുന്നില്ല ഗോമതി എന്ന് ഗോമതിയോട് പറയാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച ബാലേട്ടൻ്റെ മനസ്സ് കൂടുതൽ വിഷമിക്കല്ലേ ഉള്ളൂ ബാലേട്ട എന്ന് ഗോമതി അപ്പോൾ ബാലനോട് പറയാം. എടോ, മനസ്സ് വിഷമിക്കട്ടെ, എന്ത് ധൈര്യത്തിലാ ഞാൻ കടയിലേക്ക് പോകുന്നേ? ബാലേട്ടൻ എന്താ ഈ പറയുന്നേ? നാട്ടുകാരുടെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് പറ്റുന്നില്ലടോ എന്ന് പറഞ്ഞ ഗോമതിക്ക് മുന്നിൽ സങ്കടപ്പെടുക. എല്ലാവരും എന്നെ പരിഹസിച്ച് ചിരിക്കുന്ന പോലെയൊക്കെയാ എനിക്ക് തോന്നുന്നത്. അനുവിൻ്റെ കാര്യം ഇതിനകം തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും എന്ന് ബാലൻ ഗോമതിയോട് പറയാണ്. സ്വന്തം മോളെ മര്യാദയ്ക്ക് വളർത്താൻ കഴിയാത്ത ഗോമതി സ്റ്റോഴ്സ് ബാലൻ ഇപ്പം ഈ നാട്ടുകാരുടെ മുന്നിൽ വെറും ഒരു പരിഹാസ കഥാപാത്രം മാത്രമാ. അങ്ങനെയാ എല്ലാവരും എന്നെ കാണുന്നത്. ഞാൻ തോറ്റുപോയി ഗോമതി. എനിക്ക് എല്ലാവരെയും അഭിമുഖീകരിക്കാൻ സാധിക്കില്ല. നിന്റെ ബാലേട്ടൻ തോറ്റുപോയി ഗോമതി. നമ്മുടെ മക്കള് എന്നെ തോൽപ്പിച്ചു എന്നും പറഞ്ഞ് ഗോമതിക്ക് മുന്നിൽ ബാലനാണ് ആകെ സങ്കടത്തോടെ സംസാരിക്കുക. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ സംസാരം കേട്ടുകൊണ്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. എൻ്റെ പൊന്നു മോള് തന്നെ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ ഗോമതി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുക. അപ്പം ഇതിനൊക്കെ എന്ത് മറുപടി പറയണമെന്നറിയാതെ ഗോമതി ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. എൻ്റെ ബാലേട്ടൻ തോൽക്കില്ല, ഒരിക്കലും തോൽക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ പോലും എൻ്റെ ബാലേട്ടനെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഗോമതി ബാലനോട് പറയാണ്. ബാലേട്ടൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ബാലേട്ട, ഈ കുടുംബത്തിൻ്റെ അത്താണി ബാലേട്ടനാ. ബാലേട്ടൻ വേണ്ടേ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ? ഞാനുണ്ട് എൻ്റെ ബാലേട്ടൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ബാലൻ്റെ കൈ പിടിച്ച് ഗോമതി ധൈര്യം നൽകുക. നോക്ക്, ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, ഒക്കെ ബാലേട്ടൻ്റെ തോന്നലാ. ആരറിയാനാ ബാലേട്ട എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗോമതി ബാലനോട്. അപ്പം ഇതൊക്കെ കാണുന്ന അനു വാ പൊത്തിക്കരയാ. എൻ്റെ ബാലേട്ടൻ ഗോമതി സ്റ്റോഴ്സ് ബാലനായി തല ഉയർത്തി തന്നെ നിൽക്കണം എന്ന് പറയാം. അതൊന്നും ഇനി ഒരിക്കലും സാധിക്കില്ലടോ എന്ന് ഗോമതിയോട് പറയാണ്. എൻ്റെ തല താഴ്ന്നടോ, എൻ്റെ തല എൻ്റെ മക്കളായിട്ട് താഴ്ത്തി കളഞ്ഞു. ഗോമതി സ്റ്റോഴ്സ് ബാലൻ വീണു, ചിറകൊടിഞ്ഞു വീണു എന്ന് പറഞ്ഞ് ബാലൻ വരാന്തയിൽ ഇരുന്ന് പോവാ. ഇപ്പം കൃഷ്ണമംഗലത്തുകാര് ബാലന്റെ മുന്നിൽ ജയിച്ചു നിൽക്കുക എന്ന് പറഞ്ഞ് ബാലൻ സങ്കടപ്പെടുക.
തൻ്റെ ഏട്ടന്മാർ ജയിച്ചടോ. ഈ ബാലൻ്റെ മുന്നിൽ തൻ്റെ ഏട്ടന്മാരിപ്പം ജയിച്ചാടോ നിൽക്കുന്നത്? സ്വന്തം മകളെ വളർത്താൻ കഴിയാത്ത ബാലനായി ഞാൻ അവരുടെ മുന്നിൽ തോറ്റു നിൽക്കുക. ഇത്രയും കാലങ്ങൾക്കിടയിൽ സ്വന്തം മകള് കാരണം അവരാദ്യമായി ഈ ബാലൻ്റെ മുന്നിൽ ജയിച്ചു എന്നും പറഞ്ഞ് കരയാം. എന്നെ വീഴ്ത്താൻ എൻ്റെ പൊന്നു മോള് തന്നെ വാരിക്കുഴി ഒരുക്കി കൊടുത്തല്ലോ എന്നും പറഞ്ഞ് ഗോമതിക്ക് മുന്നിൽ നിന്ന് ബാലൻ കരയാണ് കേട്ടോ. അവൾക്ക് എങ്ങനെ തോന്നി അവനുമായിട്ടൊരു പ്രണയബന്ധത്തിൽ ഏർപ്പെടാൻ? ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാടോ ഞാൻ നമ്മുടെ മോളോട് ചെയ്തത്? അവൾ എന്തിനാ ഇത്ര വലിയ ചതി നമ്മളോട് ചെയ്തത് എന്ന് ചോദിക്കുക. അപ്പം ഇതൊന്നും കേട്ടോണ്ട് അധികം നേരം നിൽക്കാൻ അനുവിനെ കൊണ്ട് സാധിക്കുന്നില്ല. അവൾ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടുവാണ് കേട്ടോ. അപ്പോൾ ഗോമതിക്കും ഇതിനൊന്നും മറുപടികളില്ല. തൻ്റെ ബാലേട്ടൻ്റെ ഈ തകർന്ന അവസ്ഥ കണ്ട് ഗോമതിക്ക് ആകെ സങ്കടം തോന്നുവാണ്. എന്നിട്ട് ഗോമതിയുടെ അടുത്തേക്ക് ബാലൻ വീണ്ടും വരിക. എടോ, എനിക്ക് ആകെ എന്തോ പോലെയാണ് തോന്നുക. പരിചയക്കാരുടെ നോട്ടവും ചിരിയും കാണുമ്പം എനിക്കിപ്പോൾ പേടിയാടോ. അവരൊക്കെ എന്നെ പുച്ഛിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. ധൈര്യത്തോടെ എനിക്ക് ആരുടെ മുഖത്ത് നോക്കാനും സാധിക്കുന്നില്ല ഗോമതി. എനിക്ക് എല്ലാവരും ഭയമാണ്. കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ധർമ്മനുണ്ടല്ലോ. ധർമ്മനും രാമേട്ടനും കൂടി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും ഇല്ല. എൻ്റെ മനസ്സൊന്ന് ശാന്തമാകാതെ ഞാൻ ഇനി ഗോമതി സ്റ്റോഴ്സിലേക്കില്ല എന്ന് പറയാം. ഇത് കേൾക്കുന്ന ഗോമതി ഞെട്ടി നിൽക്കുക. എന്തൊക്കെ സംഭവിച്ചാലും ഗോമതി സ്റ്റോഴ്സിൽ പോകാതിരിക്കുകയല്ല നമ്മുടെ ബാലൻ. ആ ബാലനാണ് കടയിൽ പോകാൻ പോലും മടിച്ച് വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നത്. എൻ്റെ ഈശ്വര, എൻ്റെ കുടുംബത്തെ എങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തും എന്നും ചോദിച്ച് ഗോമതി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അടുക്കളയിൽ കറിയൊക്കെ വെക്കാം. എങ്കിലും ഗോമതിയുടെ ചിന്തകളൊക്കെ വേറെയാണ് കേട്ടോ. കറിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് ഒരിടത്ത് നിൽക്കുന്നു പോലും ഇല്ല. തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയോർത്ത്, തൻ്റെ ബാലേട്ടൻ്റെ അവസ്ഥയോർത്ത് ഗോമതി തളർന്നു പോവുക. ബാലൻ പറഞ്ഞ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും ഗോമതിയുടെ മനസ്സിലേക്ക് വരിക. ഇതേ സമയമാണ് മീനു ഓഫീസിൽ പോകാനായിട്ട് ഗോമതിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ഗോമതിയുടെ ഈ ശ്രദ്ധയില്ലാത്ത നിൽക്കുന്നത് നമ്മുടെ മീനുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്താ അമ്മ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത്? അമ്മ ഈ ലോകത്തൊന്നും അല്ലേ എന്ന് മീനു ചോദിക്കുക. അച്ഛനിനി കുറച്ചു ദിവസത്തേക്ക് കടയിലേക്ക് പോകുന്നില്ല മീനു എന്ന് പറയാം. ആൾക്കാരുടെ മുഖത്തും നോക്കാൻ വയ്യെന്ന അച്ഛൻ പറയുന്നത് എന്ന് ഗോമതി മീനുവിനോട് പറയാം. എൻ്റെ ബാലേട്ടൻ ഇങ്ങനെ തളർന്ന് ഞാൻ കണ്ടിട്ട് കണ്ണടച്ച് വിശ്വസിച്ചതിൻ്റെ ഫലവാ ഇപ്പം നമ്മൾ ഈ അനുഭവിക്കുന്ന. അമ്മേ, അനുമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. എല്ലാവരും അവളെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ. മീനു, അവളുടെ കാര്യം എന്നോട് നീ സംസാരിക്കാൻ വരണ്ട. എനിക്കത് കേൾക്കുകയും വേണ്ട. അവൾ കാരണമാണ് ഈ സംഭവിച്ചത് എല്ലാമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നും പറഞ്ഞ് മീനുവിനെ അങ്ങ് മാറ്റി നിർത്തുക. മീനു, നിനക്കിന്ന് ഓഫീസിൽ പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കുക. നീ പോയാൽ ദേവിമോൾ ഇവിടെ തനിച്ചാകും, അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന് ഗോമതി പറയും. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ ദേവിമോളെ ഒറ്റയ്ക്ക് വിടരുതെന്ന്. എനിക്ക് എപ്പോഴും അവളുടെ അടുത്തിരിക്കാൻ പറ്റുമോ? അമ്മേ, ഇന്ന് എനിക്ക് മീറ്റിംഗ് ഉണ്ട് അമ്മേ. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ എൻ്റെ ജോലിയെ ബാധിക്കും. ഞാൻ ലീവ് ചോദിക്കാൻ മേഡത്തിനെ വിളിച്ചതാ. മീറ്റിംഗ് ഉള്ളതുകൊണ്ട് വരണമെന്ന് നിർബന്ധം പറഞ്ഞിരിക്കുക. അതുകൊണ്ട് പോകാതെ പറ്റില്ലമ്മേ എന്ന് മീനു പറയൂട്ടോ. അത് കേൾക്കുമ്പം ഗോമതിക്ക് ആകെ ടെൻഷനാവുക. അമ്മ ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട, ഞാൻ പെട്ടെന്ന് വരാം. അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല. ഏടത്തെ കണ്ട് സംസാരിച്ചിട്ടേ ഞാൻ പോകുള്ളൂ, പോരെ എന്ന് ചോദിക്കാം. അപ്പോൾ ഗോമതി പറയും ശരി എന്നും പറഞ്ഞ് മീനുവിനോട് പൊയ്ക്കോളാൻ പറയാൻ കേട്ടോ. എങ്കിലും ഗോമതിക്ക് മീനു പോകുന്നതിനോട് താല്പര്യമില്ല. കാരണം നമ്മുടെ ദേവി അല്പമെങ്കിലും അനുസരിക്കുന്നത് മീനുവിനെ മാത്രമാണ്. ദേവി ആണെങ്കിൽ ഇതേ സമയം എഴുന്നേറ്റിട്ട് അതേപടി റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചടഞ്ഞുകൂടി മനസ്സിൽ നിറയെ സങ്കടങ്ങളാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ആകെ തകർന്ന അവസ്ഥയിലാണ്. അത് കാണുന്ന മീനുവിനും ഒരുപാട് സങ്കടം തോന്നുക. എന്താ എടത്തി, എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് മീനു അടുത്ത് വന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മീനു, ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന്. ഓഫീസിലേക്കാണോ മീനു എന്ന് ദേവി ചോദിക്കാം. അതേ അടുത്ത് ഇന്നൂടെ ലീവ് ഞാൻ ചോദിച്ചതാ, പക്ഷേ അത്യാവശ്യമായിട്ട് എനിക്ക് ചെല്ലേണ്ട കാര്യമുണ്ട്. ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് മേഡം എനിക്ക് ലീവ് തന്നില്ല അടുത്ത് എന്ന് പറയാം. നിനക്ക് കുറച്ച് ദിവസം കൂടി പറ്റുമെങ്കിൽ ലീവ് പറ്റുമോ മീനു? നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ആശ്വാസമാണ് എന്ന് ദേവി പറയാണ്. എനിക്കത് അറിയാം എടത്തി, പക്ഷേ ഇത് അത്യാവശ്യ കാര്യമായി പോയില്ലേ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തേനെ. പോയേ പറ്റൂ എടത്തി, അത്രയ്ക്ക് നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ലീവ് എടുക്കാത്തത്. നീ എന്നാൽ പോയിട്ട് വാ എന്ന് ദേവി മീനുവിനോട് പറയാം. കറക്റ്റ് സമയത്ത് തന്നെ എടുത്ത് ആഹാരമൊക്കെ കഴിക്കണം കേട്ടോ. ആഹാരം കഴിച്ചതിന് ശേഷം ആ ടാബ്ലറ്റ് മറക്കാതെ എടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞ് ദേവിയെ ടാബ്ലറ്റ് കാണിച്ചു കൊടുക്കുകയാണ് മീനു. കൃത്യം 10 മണിയാവുമ്പോൾ ഞാൻ വിളിക്കും. ഫുഡോ ടാബ്ലറ്റോ സ്കിപ്പ് ചെയ്തെന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ചെവിക്ക് പിടിക്കും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആ ഓർമ്മ വേണം. അപ്പം ദേവി എല്ലാത്തിനും തലയായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നീ പോയിട്ട് വാ, ഞാൻ ചെയ്തോളാം എന്ന് ദേവി മീനുവിനോട് പറയാം. നിനക്ക് പേടിയുണ്ടല്ലേ?
പേടിയോ എന്തിന് എന്ന് അപ്പം നമ്മുടെ മീനു ചോദിക്കുക. ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന് നിനക്ക് പേടിയില്ലേ എന്ന് നമ്മുടെ ദേവി തുറന്ന് തന്നെ മീനുവിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മീനു അതിന് മറുപടി ഇല്ലാതെ നിൽക്കുക. ഇനി ഒറ്റയ്ക്കെങ്ങാനും ഇരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമോ എന്നോർത്ത് നിനക്ക് പേടിയില്ലേ മീനു എന്ന് ചോദിക്കുക. ഏടത്തി എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ചോദിക്കുക. പേടിക്കണ്ട മീനു, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും നിൻ്റെയും എൻ്റെ അനീത്തിമാരുടെയും എല്ലാ മുഖം എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. നീ ഒന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ, പോയിട്ട് വാ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ മീനു ദേവിയെ കെട്ടിപ്പിടിക്കുക. ഏടത്ത് സമാധാനത്തോടെ ഇരിക്കണം, ഞാൻ കഴിവതും എത്രയും പെട്ടെന്ന് മടങ്ങി വരാം എന്ന് പറഞ്ഞ് മീനു ദേവിയോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോവാണേ. അപ്പോഴും തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട് ദേവിയെ തനിച്ച് വിട്ടിട്ട് പോകുന്നതിൽ മീനുവിന് വളരെയേറെ സങ്കടമുണ്ട്. പക്ഷെ പോകാതെ നിവൃത്തിയില്ലല്ലോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും